നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിൻട്രസ്റ്റ് ആപ്പിനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. പിൻട്രസ്റ്റ് ആപ്പിൽ എങ്ങനെ ലോഗിൻ ചെയ്യാം, ഇമേജസ് ഒക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, പിൻട്രസ്റ്റ് ആപ്പിൽ തന്നെ എങ്ങനെ സേവ് ചെയ്യാം, ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഈ ഡൗൺലോഡ് ചെയ്ത ഇമേജസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ട്രേസ് ചെയ്ത് ക്ലോത്തിലേക്ക് മാറ്റുന്നതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോ, അതായത് പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ട്രേസിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ട്രേസിങ് പേപ്പറാണ്. ട്രേസിങ് പേപ്പർ നമുക്ക് ബുക്ക് സ്റ്റോറിലോ അതല്ലെങ്കിൽ അരി മെറ്റീരിയൽ ഷോപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇനി വേണ്ടുന്നത് കാർബൺ പേപ്പറാണ്. ഇത് യെല്ലോ കളറ്, ഇതിൻ്റെ ഉൾവശം കണ്ടോ, യെല്ലോ കളറാണ്. പിന്നെ വൈറ്റ് കളർ, ഇനി ബ്ലൂ കളർ. ഈ ബ്ലൂ കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മൾ പേപ്പറിലൊക്കെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബ്ലൂ കളർ തുണിയിൽ ചെയ്യാനായിട്ട് അത്ര സേഫ് അല്ല. കാരണം നമ്മൾ തുണിയിൽ ചെയ്യുമ്പം മഷി ചിലപ്പോൾ സ്പ്രെഡ് ആവാനായിട്ടൊക്കെയുള്ള സാധ്യതയുണ്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തുണിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലൂ കളർ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ബ്ലൂ കളർ കാർബൺ നമുക്ക് മാറ്റിയേക്കാം. അരി വർക്കിൽ നമ്മൾ ഈ ബ്ലൂ കളർ കാർബൺ ആവശ്യമില്ല. ഈ യെല്ലോ കളർ ഞാൻ ഒരുപാട് യൂസ് ചെയ്തൊരു കാർബണാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ യെല്ലോ കളർ കാർബണിൻ്റെ അകവശം ഇതുപോലെ ഫുള്ള് വരച്ച പോലെയൊക്കെ ഇരിക്കുന്നത്. കാരണം ഞാൻ ഇത് ഒത്തിരി യൂസ് ചെയ്തൊരു കാർബണാണ്. വൈറ്റ് കളർ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് പുതിയ കാർബണാണ്, അതുകൊണ്ടാണ് അകം കണ്ടോ പ്ലെയിനായിട്ട് തന്നെ ഇരിക്കുകയാണ്. യെല്ലോയുടെ കൂട്ട് ഒരുപാട് വരയും കുറിയൊന്നുമില്ല. ഈ രണ്ട് കളേഴ്സാണ് നമ്മൾ ഫാബ്രിക്കിൽ യൂസ് ചെയ്യുന്നത്. ഈ കാർബൺ പേപ്പർ യൂസ് ചെയ്യുന്നത് ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി ട്രേസിങ് പേപ്പർ ഞാൻ കാണിക്കാം. ട്രേസിങ് പേപ്പർ എന്ന് പറയുന്നത് ഒട്ടും കട്ടിയില്ലാത്ത പേപ്പറാണ്. ഇത് നമ്മുടെ ചാർട്ട് പേപ്പറിൻ്റെ സൈസിലാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. ബുക്ക് സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇത് എത്ര വലിപ്പം ഉണ്ടെന്നുള്ളത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി. എത്ര വലിപ്പത്തിലാണോ നമുക്ക് ട്രേസ് ചെയ്യേണ്ട പിക്ചർ ഉള്ളത് ആ ഒരു സൈസിൽ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇതും ട്രേസിങ് പേപ്പറാണ് കേട്ടോ. ഇത് പക്ഷേ നമ്മളിപ്പോൾ ഈ കാണിച്ച പോലത്തെ ട്രേസിങ് പേപ്പർ അല്ല, ഇത് നല്ല കട്ടിയുണ്ട്. ഇതിപ്പം ഞാൻ ആദ്യം കാണിച്ചത് ഒട്ടും കട്ടിയില്ല. നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇല്ലേ കേക്കിന് യൂസ് ചെയ്യുന്നത്, സെയിം ആ ഒരു ബട്ടർ പേപ്പർ പോലെയാണ് ഇപ്പം ഈ വലിയ ട്രേസിങ് പേപ്പർ. ഒട്ടും കട്ടിയില്ലാത്ത പേപ്പറാണ്. പക്ഷേ ഇപ്പോൾ ഈ പിക്ചർ ഡ്രോ ചെയ്ത ട്രേസിങ് പേപ്പറില്ലേ, ഇത് A4 സൈസിലാണുള്ളത്. അപ്പോൾ ഇത് നല്ല കട്ടിയാണ്. നമ്മൾ എക്സ്റേ ഷീറ്റൊക്കെ എങ്ങനെ ഇരിക്കും അതിനേക്കാൾ കുറച്ച് കട്ടി കുറവുണ്ടെന്നേ ഉള്ളൂ. എക്സ്റേ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒട്ടും വളയത്തില്ല. പക്ഷേ ഇത് കുറച്ച് ഫ്ലെക്സിബിളാണ്, പക്ഷേ നല്ല കട്ടിയാണ്. നമുക്കിപ്പോൾ ഒരു മോട്ടീഫൊക്കെ നമുക്ക് ലോങ് ടൈം യൂസിന് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെക്കാനൊക്കെ നല്ല ട്രേസിങ് പേപ്പറാണ്. ഞാൻ ആദ്യം കാണിച്ച ട്രേസിങ് പേപ്പർ കീറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്, കാരണം അത്രയ്ക്ക് കട്ടിയില്ല. പിന്നെ ആ ഒരു ട്രേസിങ് പേപ്പറിൽ നിന്ന് നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് ട്രേസ് ചെയ്യാനൊക്കത്തില്ല. നമ്മൾ 1-2 വട്ടം മാത്രമേ അതിൽ നിന്ന് ട്രേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ അതിൽ ട്രേസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കീറിപ്പോകും. അതേസമയം ഇപ്പം ഞാൻ ഈ കാണിച്ച A4 സൈസിൻ്റെ ഇല്ലേ, ഇത് കീറുകയോ ഒന്നും ചെയ്യത്തില്ല, കാരണം അത്രയ്ക്ക് നല്ല കട്ടിയാണ്. നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും പറ്റും. നമുക്ക് ഒരുപാട് മോട്ടിഫ്, ഇപ്പോൾ ബ്ലൗസിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ മോട്ടിഫ് ഫുള്ളായിട്ട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഈ രണ്ടാമത് കാണിച്ച A4 സൈസിലെ ഷീറ്റാണ് നല്ലത്. കാരണം ഇത് കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും, കീറിപ്പോവുകയൊന്നും ചെയ്യത്തില്ല, നല്ല കട്ടിയാണ്. അതുപോലെ സൂക്ഷിച്ച് വെക്കാനും നല്ലതാണ്. ഇത് കുറച്ച് പിക്ചേഴ്സ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുന്ന കാണിച്ചിരുന്നല്ലോ. അതിപ്പോൾ പിൻട്രസ്റ്റ് ആപ്പ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ഇത് ഓഫ്ലൈൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചെയിൻ സ്റ്റിച്ചിൻ്റെ അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചേഴ്സാണ്. പ്രിൻ്റ് ഔട്ട് എടുക്കാതെ നമുക്ക് ട്രേസ് ചെയ്യാനായിട്ട് പറ്റും, അതും ഞാൻ കാണിച്ചു തരാം. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ട്രേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കാണിച്ചു തരാം. ഇത് കുറച്ച് മോട്ടീവ്സ് ഞാൻ ട്രേസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഒരു പ്രാവശ്യം ട്രേസ് ചെയ്ത പിക്ചേഴ്സ് ഒരു ഫയലിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആ ഒരു പിക്ചർ ട്രേസ് ചെയ്യേണ്ടപ്പം വീണ്ടും ട്രേസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഈ ഒരു പിക്ചർ കണ്ടോ, ഈ ഒരു പ്രിൻ്റ് ഔട്ടിൽ നിന്ന് ട്രേസ് ചെയ്ത പിക്ചറാണ്. കുറച്ചുകൂടെ അടുത്ത് വെച്ച് കാണിക്കാം. രണ്ടും ഒരേപോലെ തന്നെ കോപ്പി ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൽ ചെറിയ ചെറിയ മോട്ടിഫുകളൊക്കെ കണ്ടോ. ഇതൊക്കെ ഓൾ ഓവർ ഡിസൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു ഡിസൈൻ കണ്ടോ, ഇത് പാച്ച് വർക്കിന് വേണ്ടിയിട്ട് ചെയ്തൊരു ട്രേസിംഗ് ആണ്. നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിലൊക്കെ പാച്ച് വർക്ക് ചെയ്യില്ലേ, നമ്മൾ ട്രേസ് ചെയ്യുന്ന പിക്ചേഴ്സൊക്കെ ആ ഒരു വർക്ക് കഴിയുമ്പോൾ കളയരുത്, അതൊക്കെ ഒരു ഫയലിൽ സൂക്ഷിച്ച് വെക്കണം. ഇനി ഈ ഒരു പിക്ചർ ഞാൻ ട്രേസ് ചെയ്ത് കാണിക്കാം.
അപ്പോൾ അതിനായിട്ട് ഈ ഒരു ട്രേസിംഗ് പേപ്പറിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് ആ ഒരു ട്രേസ് ചെയ്യേണ്ട ഡിസൈൻ്റെ അത്രയും ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കാം. പിക്ചർ ചെറുതായതുകൊണ്ട് പേപ്പർ നമുക്ക് ചെറുത് മതി. പിക്ചർ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേനയോ പെൻസിലോ എന്ത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ട്രേസിംഗ് പേപ്പർ ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത പിക്ചറിന് മുകളിലായിട്ട് വെക്കണം. ഇതുപോലെ കൈ പിടിച്ച് ട്രേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രേസിങ്ങിൻ്റെ ഇടയിൽ കൈ ഒന്ന് അനങ്ങി കഴിഞ്ഞാൽ ആ ഒരു പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു സാധനം ഈ ഒരു ട്രേസിംഗ് പേപ്പറിൻ്റെ സൈഡിലായിട്ട് വെക്കുക. പേപ്പറിന് ചുളിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത്. ഇതുപോലെ ഒരു ബുക്കോ മൊബൈലോ അല്ലെങ്കിൽ പെൻസിൽ ബോക്സോ അങ്ങനെ എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ പിന്നെ മൂവ് ആവത്തില്ല. നമുക്ക് ട്രേസ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇപ്പോൾ ഈ ട്രേസിംഗ് പേപ്പറിൽ നമുക്ക് താഴത്തെ പിക്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് മുകളിലൂടായിട്ട് ഇതുപോലെ ഡ്രോയിങ് ചെയ്യണം. സൂം ചെയ്തപ്പോൾ ഇപ്പം നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലേ? ഈ ഒരു പേപ്പർ ഒട്ടും കട്ടിയില്ലാത്തതുകൊണ്ട് നമുക്ക് താഴത്തെ പിക്ചർ നന്നായിട്ട് കാണാൻ പറ്റും. ദേ ഇപ്പം ഞാൻ ഈ പെൻസിൽ കൊണ്ട് ഡ്രോ ചെയ്യുന്നില്ലേ, ഇതുപോലെ ഡ്രോ ചെയ്തെടുക്കുക. ഞാനിവിടെ ബുക്ക് വെച്ച പോലെ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ വെയിറ്റ് ഉള്ള ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ മാറ്റിയാലും ആ ഒരു പേപ്പർ മൂവ് ആവത്തില്ല. നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാനും പറ്റും. നമുക്ക് മൊബൈലിൽ നിന്ന് ഡയറക്റ്റ് വേണമെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുക്കാതെ ട്രേസ് ചെയ്യാൻ പറ്റും. ആ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ഒരു പ്രോപ്പർ മെത്തേഡ് കാണിക്കാം. കാരണം ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ബ്ലൗസിലൊക്കെ ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈലിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ബ്ലൗസിലൊന്നും ട്രേസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ചെറിയ മോട്ടീഫ് ഡിസൈനൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൊബൈലിൽ നിന്ന് ട്രേസ് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമ്പർ സേവ് ചെയ്യാതെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ട്രേസിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ രണ്ട് പിക്ചേഴ്സും കണ്ടോ, രണ്ട് സെയിം അല്ലേ? ഇനി ഇതിനെ നമുക്ക് ക്ലോത്തിലേക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ ക്ലോത്തിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഞാനിവിടെ കാർബൺ പേപ്പർ എടുത്തു. നമ്മുടെ കയ്യിൽ യെല്ലോ കളറും വൈറ്റ് കളറും ഉണ്ടായിരുന്നു. അപ്പോൾ യെല്ലോ കളർ ഞാൻ കുറച്ച് യൂസ് ചെയ്ത് ആയതുകൊണ്ട് വൈറ്റ് കളർ കാർബണാണ് എടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എവിടെയാണോ ട്രേസ് ചെയ്യേണ്ടത് ആ പിക്ചർ, ആ ഒരു സ്ഥലത്തായിട്ട് ആ കാർബൺ പേപ്പറിനെ വെക്കണം. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ ട്രേസ് ചെയ്ത പിക്ചർ, ആ പിക്ചർ കറക്റ്റായിട്ട് നമുക്ക് ഏത് സ്ഥലത്താണോ ആ ഒരു ഡിസൈൻ വേണ്ടുന്നത് അവിടെ തന്നെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം കേട്ടോ. ഇവിടെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു തെളിയാത്ത പേനയാണ് എടുക്കുന്നത്, അതായത് മഷി തീർന്ന പെൻ. കാരണം അതാകുമ്പോൾ മുകളിലൂടെ വരയ്ക്കുമ്പോൾ ഒരുപാട് ഡാർക്കായിട്ട് ആ ഒരു പിക്ചർ ആകത്തില്ല. നമുക്ക് എത്ര വട്ടം വേണേലും ഈ ഒരു പിക്ചറിനെ പിന്നെ ട്രേസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി മഷി തീർന്ന പെൻ ഇല്ലയെന്നുണ്ടെങ്കിൽ പെൻസിൽ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ പിക്ചറിൻ്റെ മുകളിലൂടെ തന്നെ നമ്മൾ നേരത്തെ ട്രേസ് ചെയ്തില്ലേ ട്രേസിങ് പേപ്പറിലേക്ക്, സെയിം അതുപോലെ തന്നെ ഒന്നുകൂടി ഇതിൻ്റെ മുകളിലൂടെ എല്ലാം വരച്ചു കൊടുക്കണം. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ബുക്കോ എന്തെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം വെക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ഡയറക്റ്റ് തന്നെ കൈ പിടിച്ച് വരയ്ക്കുകയാണ്. നമ്മൾ നേരത്തെ ട്രേസ് ചെയ്ത സമയത്ത് നമുക്ക് ആ പിക്ചർ കണ്ട് അതിൻ്റെ മുകളിലൂടെ ഡ്രോ ചെയ്താൽ മതിയായിരുന്നു, ഈസി ആയിരുന്നു. ഇവിടെ നമുക്ക് താഴെ എവിടെയൊക്കെയാണ് നമ്മൾ വരച്ചതെന്ന് കാണാൻ പറ്റില്ല, എവിടെയൊക്കെ കോപ്പി ആയിന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ലൈൻസിലും നമ്മൾ ഡ്രോ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പിക്ചർ എടുത്ത് മാറ്റുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ലൈൻസ് കാര്യങ്ങളൊക്കെ മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അത് വീണ്ടും ഡയറക്റ്റ് വരച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഞാൻ ഇത് ഫുള്ള് ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പേപ്പർ എടുത്ത് മാറ്റുകയാണ്. ഇപ്പോൾ കണ്ടോ, സെയിം അതേപോലെ തന്നെ കോപ്പി ആയിട്ടുണ്ട്, ഒരു സ്ഥലം പോലും മിസ്സിങ് ആയിട്ടില്ല. സൈഡിൽ ഞാൻ പേന തെളിയുന്നില്ല എന്ന് കാണിച്ചതിൻ്റെ ഒരു മാർക്കിങ് വീണ് കിടപ്പുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഇറേസർ യൂസ് ചെയ്തിട്ട് അത് ഇറേസ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ സ്ഥലം കണ്ടോ, ഫുള്ള് ഇറേസായി. അപ്പോൾ പ്രിൻ്റ് ഔട്ടിൽ നിന്ന് എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നതെന്നും ട്രേസ് ചെയ്ത പിക്ചറിനെ എങ്ങനെ ക്ലോത്തിലേക്ക് കോപ്പി ചെയ്യുന്നതെന്നും മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാതെ ഡയറക്റ്റ് എങ്ങനെ ട്രേസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്